ഹോളിവുഡ് ആക്ഷൻ സിനിമകളെ പോലും വെല്ലുന്ന തരത്തിലുള്ള യുദ്ധകഥകൾ ചിലപ്പോഴൊക്കെ യാഥാർത്ഥ്യമാകാറുണ്ട്. ആധുനിക യുദ്ധരംഗം അത്യാധുനിക സാങ്കേതിക വിദ്യകളാലും റഡാറുകളാലും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാലും നിയന്ത്രിക്കപ്പെടുന്ന ഒന്നാണ്. അവിടെ ശത്രുവിന്റെ അതിശക്തമായ പ്രതിരോധ കോട്ടകൾ ഭേദിച്ച് ലക്ഷ്യം കാണുക എന്നത് അസാധ്യമാണെന്ന് പലരും കരുതിയിരുന്നു. എന്നാൽ വിമാനങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന അത്യാധുനിക റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് വെറും 50 അടി മാത്രം ഉയരത്തിൽ ശത്രുരാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിലേക്ക് യുദ്ധവിമാനം പറത്തുക, വിപരീത സാഹചര്യങ്ങളെ നിഷ്പ്രഭമാക്കി ലക്ഷ്യസ്ഥാനത്ത് ബോംബുകൾ വർഷിക്കുക, ഒടുവിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ സുരക്ഷിതമായി മടങ്ങുക എന്നിവ സാധ്യമാണെന്ന് ഇറാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. പശ്ചിമേഷ്യൻ സൈനിക രംഗത്തെ ഒന്നാകെ പിടിച്ചുകുലുക്കിയ ഇറാൻ വെളിപ്പെടുത്തൽ ഇറാൻ അമേരിക്ക ഇസ്രായേൽ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ പുതിയ ചർച്ചകൾക്കും സമവാക്യങ്ങൾക്കും വഴി തുറന്നിരിക്കുകയാണ്. കുവൈറ്റിലെ പ്രമുഖ അമേരിക്കൻ സൈനിക താവളമായ ക്യാമ്പ് ബ്യൂഹ്റിങ്ങിനെ ലക്ഷ്യമിട്ട് തങ്ങൾ നടത്തിയ അതീവ രഹസ്യ വ്യോമദൗത്യത്തിന്റെ അതിശയിപ്പിക്കുന്ന വിശദാംശങ്ങളാണ് ഒരു ടെലിവിഷൻ അഭിമുഖത്തിലൂടെ ഇറാന്റെ സൈനിക ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ കഴിഞ്ഞ കുറെ കാലമായി നിലനിൽക്കുന്ന കടുത്ത അസ്ഥിരതയുടെയും ഇറാനും സഖ്യകക്ഷികളും ഒരു വശത്ത് ഇസ്രയേലും അമേരിക്കയും മറുവശത്തുമായി നടത്തുന്ന നിഴൽ യുദ്ധങ്ങളുടെയും തുടർച്ചയായാണ് ഈ ദൗത്യം ആസൂത്രണം ചെയ്യപ്പെട്ടത്. ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥരുടെ വിശദീകരണം അനുസരിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ ഇസ്രയേലും അമേരിക്കയും നടത്തിയതായി ആരോപിക്കപ്പെടുന്ന തുടർച്ചയായ ആക്രമണങ്ങൾക്കും വെല്ലുവിളികൾക്കും കൃത്യമായി മറുപടി നൽകേണ്ടത് രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ തന്നെ ആവശ്യമായിരുന്നു. പ്രതികരണം വൈകിക്കാതെ ശക്തമായി തന്നെ നൽകണമെന്ന സൈനിക രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വ്യക്തമായ തീരുമാനത്തോടെയാണ് ഈ വ്യോമദൗത്യം രൂപകൽപ്പന ചെയ്തത്. മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന്റെ തന്ത്രപരമായ കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. വൻതോതിൽ അത്യാധുനിക സൈനിക സൗകര്യങ്ങളും യുദ്ധോപകരണങ്ങളും സംഭരിച്ചിരിക്കുന്ന ഈ താവളം അമേരിക്കൻ സൈന്യത്തിന് പശ്ചിമേഷ്യയിലുടനീളം ദ്രുതഗതിയിലുള്ള നീക്കങ്ങൾ നടത്താനുള്ള പ്രധാന താവളമാണ്. ഈ താവളത്തെ തന്നെ ആക്രമിക്കാൻ തിരഞ്ഞെടുത്തതിലൂടെ തങ്ങൾക്ക് അമേരിക്കയുടെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന കേന്ദ്രങ്ങളെ പോലും തകർക്കാൻ കഴിയുമെന്ന ശക്തമായ സന്ദേശമാണ് ഇറാൻ നൽകാൻ ഉദ്ദേശിച്ചത്. ഈ അപകടകരമായ വ്യോമദൗത്യത്തിൽ പങ്കെടുത്തത് 2 യുദ്ധവിമാനങ്ങളിലായി ആകെ 3 പൈലറ്റുമാരായിരുന്നുവെന്നാണ് ഇറാൻ വെളിപ്പെടുത്തുന്നത്. റഡാറുകളിൽ പെടാതിരിക്കാനും ശത്രുവിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ നിർജീവമാക്കാനും അവർ പ്രയോഗിച്ച സൈനിക തന്ത്രങ്ങൾ ലോകത്തെ മുൻനിര വ്യോമസേനകളെ പോലും അത്ഭുതപ്പെടുത്തുന്നതാണ്. ശത്രു രാജ്യങ്ങളുടെ കൂതല റഡാറുകൾക്ക് സാധാരണയായി വളരെ ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങളെ മാത്രമേ കൃത്യമായി കണ്ടെത്താൻ കഴിയൂ. ഭൂമിയോട് വളരെ ചേർന്ന് പറക്കുന്ന വിമാനങ്ങളെ തിരിച്ചറിയാൻ റഡാറുകൾക്ക് ബുദ്ധിമുട്ടാണ്. ഈ തത്വം മുൻനിർത്തിയാണ് ഇറാനിയൻ പൈലറ്റുമാർ വിമാനങ്ങൾ പറത്തിയത്. സാധാരണ സൈനിക പരിശീലനങ്ങളിൽ സുരക്ഷ മുൻനിർത്തി 500 അടി ഉയരത്തിലാണ് പറക്കാറുള്ളതെങ്കിൽ ഈ ദൗത്യത്തിൽ പല ഘട്ടങ്ങളിലും വിമാനങ്ങൾ പറന്നത് വെറും 50 അടിയിലും താഴെ ഉയരത്തിലായിരുന്നു. ഭൂമിയോട് ഇത്രയും ചേർന്ന് അതിവേഗ യുദ്ധവിമാനങ്ങൾ പറത്തുക എന്നത് പൈലറ്റിന്റെ അതീവ വൈദഗ്ധ്യം ആവശ്യപ്പെടുന്ന ഒന്നാണ്. ഈ യാത്രക്കിടയിൽ ഭൂമിയിലുള്ള വലിയ വലിയ വൈദ്യുതി ലൈനുകൾക്കും മറ്റ് ഭൗതിക തടസ്സങ്ങൾക്കും താഴെ കൂടിയാണ് പൈലറ്റുമാർ വിമാനങ്ങളെ നയിച്ചത്. ചെറിയൊരു പിഴവ് പോലും വിമാനം തകരുന്നതിലേക്ക് നയിക്കാമായിരുന്ന ഈ ഘട്ടം ദൗത്യത്തിലെ ഏറ്റവും വലിയ അപകട സാധ്യത ഉള്ളതായിരുന്നു. യാത്രയിലുടനീളം ശത്രുക്കളുടെ വ്യോമ നിരീക്ഷണ സംവിധാനങ്ങൾക്ക് യാതൊരുവിധ സിഗ്നലുകളും നൽകാതിരിക്കാൻ വിമാനങ്ങൾ പൂർണ്ണമായി റേഡിയോ നിശബ്ദത പാലിച്ചു. വിമാനങ്ങൾ തമ്മിലോ കൺട്രോൾ റൂമുമായോ യാതൊരുവിധ ആശയവിനിമയം നടത്തിയിരുന്നില്ല. അമേരിക്കയുടെ വിഖ്യാതമായ പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, നിരന്തരം ആകാശത്ത് നിരീക്ഷണം നടത്തുന്ന വ്യോമ നിരീക്ഷണ വിമാനങ്ങൾ, അതിവേഗ പ്രതികരണത്തിനായി സജ്ജമാക്കി നിർത്തിയിരുന്ന അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ എന്നിവയെല്ലാം കാവലുണ്ടായിരുന്ന അന്തരീക്ഷത്തിലാണ് ഈ 2 ഇറാനിയൻ വിമാനങ്ങൾ ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ മുന്നേറിയത്. കുവൈറ്റിലേക്കുള്ള യാത്രക്കിടയിൽ കടൽ മാർഗമാണ് വിമാനങ്ങൾ സഞ്ചരിച്ചത്. കടൽപ്പരപ്പിലൂടെ അതീവ താഴ്ന്ന ഉയരത്തിൽ പറക്കുന്നതിനിടയിൽ അവിടെയുണ്ടായിരുന്ന 2 കൂറ്റൻ ചരക്ക് കപ്പലുകൾക്കിടയിലൂടെയാണ് വിമാനങ്ങൾ കടന്നുപോയത്. കപ്പലുകളുടെ മുകളിലെ ഡെക്കുകൾ പോലും വിമാനങ്ങളെക്കാൾ ഉയർന്ന നിലയിലായിരുന്നുവെന്നാണ് ദൗത്യത്തിന്റെ കമാൻഡർ ഓർത്തെടുക്കുന്നത്. കപ്പലിൽ ഉള്ളവർക്ക് വിമാനം വരുന്നത് കാണാൻ കഴിയുന്നതിന് മുൻപ് തന്നെ വിമാനങ്ങൾ അവിടെ നിന്നും അപ്രതീക്ഷിതമായിരുന്നു. കുവൈറ്റ് വ്യോമാതിർത്തിയിൽ പ്രവേശിച്ച ശേഷം ലക്ഷ്യസ്ഥാനത്തേക്ക് അതിവേഗം കുതിച്ചെത്തിയ ഇറാൻ വിമാനങ്ങൾ തങ്ങളുടെ പ്രധാന ലക്ഷ്യമായ ക്യാമ്പ് ബ്യൂഹ്റിങ്ങിന് മുകളിലെത്തി. ആക്രമണത്തിനായി അവർ തിരഞ്ഞെടുത്തത് ഫ്രീ ഫോൾ ബോംബുകളായിരുന്നു. ഗൈഡഡ് മിസൈലുകളെ പോലെ ദൂരെ നിന്നും തൊടുത്തുവിടാൻ കഴിയുന്നവയല്ല ഈ ബോംബുകൾ. അത്തരം ആയുധങ്ങൾ കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് പതിക്കണമെങ്കിൽ ക്യാമ്പിന് തൊട്ടു മുകളിലൂടെ നേരിട്ട് വിമാനം പറത്തേണ്ടതുണ്ട്. ഇത് ശത്രുക്കളുടെ വെടിയേൽക്കാനുള്ള സാധ്യത ഇരട്ടിയാക്കി. എങ്കിലും പൈലറ്റുമാർ ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി ബോംബുകൾ വർഷിച്ചു. ആക്രമണ സമയത്ത് ക്യാമ്പിൽ വൻതോതിൽ സ്ഫോടന പരമ്പരകൾ നടന്നതായും അവിടെ വലിയ അളവിൽ യുദ്ധോപകരണങ്ങൾ സംഭരിച്ചിരുന്നതിനാൽ സ്ഫോടനത്തിന്റെ ആഘാതം വളരെ വലുതായിരുന്നുവെന്നും
ക്രൂ അംഗങ്ങൾ വ്യക്തമാകുന്നുണ്ട്. അവിടെ നിലയുറപ്പിച്ചിരുന്ന അമേരിക്കയുടെ സൈനിക സൗകര്യങ്ങൾക്കും ഉപകരണങ്ങൾക്കും ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് ഇറാന്റെ അവകാശവാദം. ആക്രമണത്തിന് ശേഷം ശത്രുക്കളുടെ റഡാറുകളും വിമാനങ്ങളും പിന്തുടരുന്നത് ഒഴിവാക്കാൻ പൈലറ്റുമാർ പ്രത്യേക വഞ്ചനാപരമായ വ്യോമതന്ത്രങ്ങൾ പ്രയോഗിച്ചു. അതുവഴി എതിരാളികൾക്ക് വിമാനങ്ങളെ ഫലപ്രദമായി പിന്തുടരാനോ തടയാനോ കഴിഞ്ഞില്ല. ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം എല്ലാ വിമാനങ്ങളും ഒരു ചെറിയ പോറൽ പോലുമില്ലാതെ സുരക്ഷിതമായി ഇറാനിയൻ നിയന്ത്രണത്തിലുള്ള മേഖലകളിൽ തിരിച്ചെത്തി. ഒരു വിമാനം നഷ്ടപ്പെട്ടാലും മറ്റേത് ദൗത്യം പൂർത്തിയാക്കുമെന്ന ഉറച്ച മരണസന്നമായ മനോഭാവത്തോടെയാണ് തങ്ങൾ പുറപ്പെട്ടതെന്ന് പൈലറ്റുമാർ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുന്നുമുണ്ട്. ഇറാൻ സൈന്യത്തിന്റെ ഈ അവകാശവാദങ്ങൾ പശ്ചിമേഷ്യയിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ടെങ്കിലും ഈ ദൗത്യത്തെക്കുറിച്ചുള്ള സ്വതന്ത്രമായ സ്ഥിരീകരണങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. യുദ്ധ സാഹചര്യത്തിൽ പങ്കാളികളായ രാജ്യങ്ങൾ പുറത്തുവിടുന്ന വിവരങ്ങളിൽ വലിയ തോതിലുള്ള സൈനിക പ്രചാരണങ്ങൾ അടങ്ങിയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് അന്താരാഷ്ട്ര സൈനിക നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നു. സ്വന്തം ജനങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ശത്രുരാജ്യങ്ങളിൽ ഭയമുണ്ടാക്കാനും വേണ്ടി കഥകൾ അതിശക്തിയോടെ അവതരിപ്പിക്കുന്ന രീതി സൈനിക ചരിത്രത്തിൽ പുതിയതല്ല. അതിനാൽ തന്നെ അമേരിക്കയുടെയോ കുവൈറ്റിന്റെയോ ഭാഗത്തുനിന്നുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളോ ഉപഗ്രഹ ചിത്രങ്ങളോ വഴി ഈ വിവരങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ടെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇറാൻ സൈന്യത്തിന്റെ ഈ അതിശയിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തുവന്ന അതേ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് നടത്തിയ രാഷ്ട്രീയ പ്രസ്താവനയും വലിയ പ്രാധാന്യം നേടുന്നത്. ഇറാന്റെ ഈ പുതിയ തന്ത്രപരമായ നീക്കങ്ങൾ വെറും സൈനിക പ്രകടനങ്ങൾ മാത്രമല്ല, മറിച്ച് വ്യക്തമായൊരു രാഷ്ട്രീയ നയത്തിന്റെ ഭാഗമാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. അന്താരാഷ്ട്ര പ്രമേയങ്ങളെയോ കരാറുകളെയല്ല, മറിച്ച് സ്വന്തം രാജ്യത്തിന്റെ ദേശീയ ശക്തിയും ജനങ്ങളുടെ ഐക്യവുമാണ് ഇറാന്റെ ഏറ്റവും വലിയ ഉറപ്പെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാലിബാഫ് ആഗോളതലത്തിൽ വൻശക്തി രാജ്യങ്ങളുമായി ഒരു അന്തിമ കരാർ ഉണ്ടാക്കുകയും അതിനെ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പ്രമേയം വഴി അംഗീകരിക്കുകയും ചെയ്താൽ പോലും അതിനെ പൂർണ്ണമായി വിശ്വസിക്കാൻ ഇറാന് കഴിയില്ലെന്നും തുറന്നടിച്ചു. മുൻകാലങ്ങളിൽ അന്താരാഷ്ട്ര കരാറുകളിൽ നിന്നും പാശ്ചാത്യ രാജ്യങ്ങൾ ഏകപക്ഷീയമായി പിന്മാറിയ ചരിത്രത്തെ മുൻനിർത്തിയായിരുന്നു ഈ പരാമർശം. ഇത്തരം കടലാസ് കരാറുകളെക്കാൾ ഇറാന്റെ സ്വന്തം പ്രതിരോധ കരുത്തിലും സൈനിക സാങ്കേതിക വിദ്യയിലുമാണ് രാജ്യം വിശ്വസിക്കുന്നത്. നടപടിക്ക് പകരമുള്ള നടപടി എന്ന ശക്തമായ തത്വത്തിലായിരിക്കും ഇറാൻ ഇനി മുന്നോട്ട് പോവുക.